Hello. Happy New Year to all. Happy New Year. Happy New Year. Happy New Year. Happy New Year. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ന്യൂ ഇയർ ഡേയിൽ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? Happy New Year. ഓക്കെ, Happy New Year. എവിടെ എല്ലാവരും ഒന്ന് കാണട്ടെ, ഇന്നൊരു ന്യൂ ഇയർ ഡേ അല്ലേ? Happy New Year. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് വെനസ്ഡേ ആണ്. നമ്മുടെ ദ ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ദ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചും നമ്മുടെ ബി മാജിക് ആൻഡ് ടാബ്ലറ്റ് ടോക്ക് ഫൗണ്ടറും ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സേസാറാണ് ദ ന്യൂ ഇയർ ഡേറ്റിലെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു സെഷനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സേസാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു ഗോപി. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ബ്രോ. Happy New Year, sir. Happy Happy New Year, sir. Happy New Year. Happy New Year. അപ്പോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ എടുക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും കുറെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവും അല്ലെ. നമുക്ക് ഒരു വാഹനത്തിന് ബ്രേക്ക് ഉണ്ടാവുന്നത് എന്തിനാണ്? ഒരു വാഹനത്തിന് എന്തിനാ ബ്രേക്ക് ഉണ്ടാവുന്നത്? സ്പീഡ് പോകാൻ സ്പീഡിൽ പോകാൻ. അതെങ്ങനെ വാഹനത്തിന്റെ ബ്രേക്ക് സ്പീഡ് തമ്മിലുള്ള ബന്ധം എന്താ? സ്പീഡ് പോകാനുള്ള ധൈര്യം കിട്ടുള്ളൂ. സ്പീഡിൽ പോകാനുള്ള ധൈര്യം, ബ്രേക്ക് ഉണ്ടെന്നുള്ള വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ പോകാനുള്ള ധൈര്യം കിട്ടുള്ളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും ഞാൻ ആവശ്യമുള്ള സമയത്ത് എനിക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി എൻ്റെ കൺട്രോളിൽ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടാവണമെങ്കിൽ ആ വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വളരെ വളരെ എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ലൈക്ക് വൈസ് നമ്മുടെയൊക്കെ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഒരു ഇയർ എൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമൊന്നുമല്ല. യൂണിവേഴ്സിന് അങ്ങനെ 2025 2030 1 മണി 2 മണി 3 മണിയൊന്നുമില്ല. ഓക്കെ, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഇത് മാത്രമാണ് മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഈ ഭൂമി. നിങ്ങളെ വീട്ടിലത്തെ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്തുക്കൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ വരുന്ന സ്പീഷീസിൽ പെടുന്ന വേറെ ഏതെങ്കിലും ഒരു സമയത്താണ് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സമയത്രായി മാത്രമേ ചോദിക്കുക. മനുഷ്യൻ മാത്രമാണ് സമയത്രായി ചോദിക്കുക. അപ്പൊ ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതും ഒരു ഇയറിൽ പ്ലാൻ ചെയ്യുന്നതൊക്കെ മനുഷ്യൻ മാത്രമായിരിക്കും. അല്ലേ? അപ്പോ അവിടെ ഈ 2024 എന്ന് പറയുന്നത് ഒരു ബ്രേക്കാണ്. എന്തിനാണ് ബ്രേക്ക്? ഇപ്പൊ നിങ്ങൾ ബ്രേക്ക് ഇട്ടേക്കാണ്. ആ ബ്രേക്ക് നിങ്ങൾ ഇട്ടു. ഇനി വണ്ടി ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇയർ ആണ് 2025. അതിനുള്ള ഒരു സമയമാണത്. സോ 2025 നമ്മൾ ഈ സൊസൈറ്റിയിലേക്ക് വീണ്ടും ബി മാജിക് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ഫ്രീ ആക്കിയിട്ട് ഇത് ചെയ്യാണ്. ഫ്രീ ആക്കി ചെയ്യാന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അതിന് കുറച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക കുറച്ച് റൂൾസുകളുണ്ട്. റൂൾസുകൾ എന്ന് പറയുന്നത് ബി മാജിക്കിന്റെ 2 രീതിയിലുള്ള കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ബി മാജിക്കിനെ തിരിക്കും. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബി മാജിക് മെമ്പേഴ്സ് ആണ്. അതായത് ഇതിൽ വരുന്ന എല്ലാ ആളുകളും, ആളുകളിൽ ഈ ബി മാജിക്കിന്റെ ക്വാളിറ്റി എല്ലാം കീപ്പ് ചെയ്തിട്ട്, സേവേഴ്സ് കൾച്ചർ എല്ലാം കീപ്പ് ചെയ്തിട്ട്, റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇതിലുള്ള ആളുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ക്വാളിറ്റി പേഴ്സൺസിന് നമ്മൾ ബി മാജിക് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ ബി മാജിക് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുടെ റെക്കമെൻഡേഷനിലായിരിക്കും പിന്നീട് ബി മാജിക്കിലൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ റോസിലി മാം ബി മാജിക് മെമ്പറായി. അപ്പോൾ റോസിലി മാം ഒരു അലക്സ് എന്ന് പറയുന്ന വ്യക്തിയെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്യാണ്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അലക്സ് എന്ന് പറയുന്ന വ്യക്തി ഈ ക്വാളിറ്റി ഒക്കെ പാലിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരാളാണെന്നുള്ളത് റോസിലി മാമിന് ബോധ്യമായിട്ടുണ്ടാവണം. അപ്പോൾ ബി മാജിക് എന്തുകൊണ്ട് പെയ്ഡ് ഫ്രീ ആക്കിയെന്ന് ചോദിക്കുമ്പോൾ ബി മാജിക്കിന്റെ ക്വാളിറ്റി കൂട്ടാനാണ് ഫ്രീ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോട് സുജിത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർ നമ്മളങ്ങനെ ഫ്രീ ആക്കണോ, ഒരു ചെറിയ പേയ്മെന്റ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പേയ്മെന്റ് വരുമ്പോൾ എനിക്ക് അവിടെ കണ്ടീഷൻ വെക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ, ഞങ്ങൾ ഒരു വർഷത്തേക്ക് പേയ്മെന്റ് അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വർഷത്തേക്ക് പേയ്മെന്റ് അടച്ചതൊക്കെ ഏകദേശം തീരുന്നു എന്നുള്ളതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി മാജിക് എന്ന് വൺസ് ഒരാൾ ഇനി പുറത്തായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അയാളെ നമ്മൾ പിന്നെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എടുക്കുന്നില്ല.
ക്ലിയർ ആണോ? അയാളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എടുക്കുന്നില്ല. ഒരു മിനിമം നമ്മൾ കുറച്ച് ക്രൈറ്റീരിയ വെക്കും, ഒരു SOP നമ്മൾ ഉണ്ടാക്കും. ഞാനത് റസാഖ് സാറായിട്ട് സംസാരിക്കുകയും റസാഖ് സാർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മിനിമം ഒരു ദിവസത്തിൽ നമുക്ക് ഒരു 6 സെഷൻസ് നടക്കുമ്പോൾ ഒരു 4 സെഷൻസ് എങ്കിലും അയാൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവണം, ഓൺ ടൈമിൽ വന്നിട്ടുണ്ടാവണം, സേവ കൾച്ചർ പാലിക്കുന്നുണ്ടാവും, ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ കൊടുക്കുന്ന ആളുകളായിരിക്കും BMagic മെമ്പേഴ്സ് ആയിട്ട് വരേണ്ടത്. അത് ഞാനൊന്ന് ബാക്കിയത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിനൊരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ ഐ നീഡ് മോർ ലീഡേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള കുറച്ച് ലീഡേഴ്സിന് ആവശ്യമുണ്ട്. അവിടെ പറയാനുള്ള കാര്യം ഇതാണ്, ഒരാൾക്ക് അയാളുടെ ലൈഫിൽ 100% സക്സസ്ഫുൾ ആവും എന്നൊരു ഫോർമുല വേണമെങ്കിൽ സിമ്പിളാണ്. നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്കും വേണ്ടി കൈയടിക്കാൻ തയ്യാറാവുമ്പോൾ, നമ്മുടെ സക്സസ് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ മറ്റൊരാളെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡബിൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? മറ്റൊരാൾ ഫോർ എക്സാമ്പിൾ ഒരു ഫിസിക്കൽ ട്രെയിനറാണ്, ഒരു ജിം ട്രെയിനറാണ്. ഒരു ജിമ്മിലെ ട്രെയിനർ അവിടുത്തെ ആൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അയാളുടെ ബോഡി എന്തോ ഡെവലപ്പ് ആവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരാണ്, ട്രെയിനിങ് തരുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് മാത്രമാണോ നോളജ് കിട്ടുന്നത്? ആണോ? അല്ല. ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരണമാണെങ്കിൽ ഞാനൊരു PPT മേക്ക് ചെയ്തിട്ടുണ്ടാണ്. ആ PPTക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അതിനുള്ള സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അതിനുള്ള കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും. പ്ലസ് ഇതൊരു കൊടുക്കൽ വാങ്ങൽ, ഒരു വിൻ 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 പോളിസി എന്ന് പറയും. ഞാനെപ്പോഴും ഞങ്ങളുടെ ലൈഫിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു പോളിസിയാണ് വിൻ 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 പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിജയിക്കണം, ഞാൻ വിജയിക്കണം, പ്ലസ് എന്ത് ചെയ്യണം, എൻ്റെ ടീം വിജയിക്കണം, പ്ലസ് എൻ്റെ ക്ലയൻസ് വിജയിക്കണം, 3 പേരും വിജയിക്കണം. ആ ഒരു പോളിസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ സക്സസ് ആക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന ആ മൊമെന്റിൽ നിങ്ങളുടെ വിജയം എന്ത് ചെയ്യും, സുനിശ്ചിതമായിരിക്കും. സോ അങ്ങനെ വളരെ വോളണ്ടിയർലി സ്വമനസ്സാലെ ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സ്വമനസ്സാലെ എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞതിന്റെ മോട്ടിവേഷന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആവരുത്. നമുക്ക് ഒരുപാട് ഗോളുകളുണ്ട്, അതിലുള്ള ഒരു സോഷ്യൽ ഗോൾ എന്ന് പറയും. ആ സോഷ്യൽ ഗോളാണ് എനിക്ക് BMagic എന്ന് പറയുന്നത്. ഓക്കെ, ആ സോഷ്യൽ ഗോളാണ് എനിക്ക് BMagic എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു ഈ ലോകത്തിൽ ഞാൻ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ കാരണം ഒരു വ്യക്തിയെങ്കിലും അയാളുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അയാളുടെ ഒരുപാട് ഡിപ്രഷൻസ് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഒരുപാട് ആളുകൾക്ക് അവരെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പേഴ്സണലി അവരെ ഇഷ്ടമല്ല, അവർക്കൊന്ന് I love you എന്ന് അവരോട് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചോദിക്കുമ്പോൾ എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത്തരം ആളുകളിലേക്കൊക്കെ ഇത് എത്തിക്കുക. ബട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചർ ചെയ്യാനും വേണ്ടി റെഡി ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, യെസ് ഐ ആം റെഡി എന്ന് ഫുള്ളായിട്ട് എഴുതുക. യെസ് എന്ന് എഴുതുക, YES എന്ന് എഴുതുക, ഒരു കോമ ഇടുക, ഐ ആം എന്ന് എഴുതുക, ഒരു സ്പേസ് ഇടുക, റെഡി എന്ന് എഴുതുക. ഓക്കെ, റെഡി ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ ഒരു സ്ലൈഡിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, നിങ്ങൾ 2025 കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു അഖില മാം. Thank you, Abdullah sir. Thank you, Nikra sir. Thank you, Sujit. Okay, we have 4 team members now. As a team leaders now, അത് മതിയാവും ചിലപ്പോൾ. ഞാനിന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവാനും വേണ്ടിയുള്ള ബ്ലൂ പ്രിന്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആളുകൾ, ഒരു 3 പേർക്ക് എന്നോടൊന്ന് പറയണം, എന്താണ് 2025 സിന്ധു മാം ആൻഡ് വിൻസെന്റ് സാർ, താങ്ക് യു. ഓക്കെ, 2025 നിങ്ങൾ ചേഞ്ചസ്, അതായത് നിങ്ങളുടെ ഹാബിറ്റുകളിൽ
നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസുകളിൽ ഒന്നുമില്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പോകുന്ന കാര്യം, പുതിയതായിട്ട് ആഡ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന കാര്യം. നിലവിൽ ഞാനത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി ഞാൻ ഇങ്ങനെ ചെയ്യും. എന്താണ് 2025 പോകുന്ന സമയത്ത് 2024 അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ? ചുമ്മാ തീരുമാനം എടുത്തതല്ല. 2024 ഇന്ന ഗോളുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ഗോളുകളൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, ഇന്ന ഗോളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ 2024 നിന്ന് 2025 എന്തെല്ലാം തീരുമാനങ്ങളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ആരാ പറയാ? ആർക്കും പറയാം, രണ്ടുപേർക്ക് പറയാം, എന്നിട്ടാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്കില്ല മാം പറഞ്ഞോളൂ. ഞാൻ 5 മണിക്ക് എന്ന് എണീക്കുമായിരുന്നു, ഇപ്പൊ അത് മാറ്റി 4 മണിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓഫീസില് 9:30 സമയം, പക്ഷെ 10 മണിക്കകത്ത് എത്തിയാൽ മതി. ഇന്ന് 10 മണിക്ക് മുന്നെയാണ് എത്തിക്കൊണ്ടിരുന്നത്. ഒരു 9:45 കഴിയുമ്പോ എത്തും. ഇന്നോട്ട് ഞാൻ 9:30 മുന്നേ എത്താൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ശ്രമിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടോട് മെയിൻ ആയിട്ട് മാറ്റാൻ ഉദ്ദേശം കാര്യങ്ങൾ. ഓക്കെ, വേറെ ആർക്കെ പറയാനുള്ളത്? ഞാൻ ഇതുവരെ റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല. എന്നും വിചാരിക്കും എഴുതണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് മുതൽ തുടങ്ങാണ് ഞാൻ. തുടങ്ങണം, തീർച്ചയായിട്ടും ഞാൻ കൺഫേം ചെയ്താണ് തുടങ്ങണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ശീലം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾക്ക് പുതുതായിട്ടൊരു ശീലം തുടങ്ങണം, ആ ശീലം നിങ്ങൾക്ക് നിലനിർത്തി പോകണമെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമുക്കുള്ള ശീലത്തിനോട് കൂടെ ഒരു ശീലം ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനെന്നും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഉടനെ ഒരു 5 പുഷപ്പ് ചെയ്യും. ഞാനൊന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ 10 പേജ് വായിക്കും. ഞാൻ കുളിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ വിഷൻ ബോർഡിലേക്ക് ഒരു 5 മിനിറ്റ് നോക്കും. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഇന്നൊരു കാര്യം ചെയ്യും. വേറെ ഉള്ളൊരു ശീലത്തിനോട് കൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ശീലം ഉള്ള നിലവിൽ നിങ്ങൾക്കുള്ള ശീലത്തിനോട് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന്, നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. 2, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രം മാറ്റുക. ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് നമ്മുടെ ശീലമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, മോർണിംഗ് 5:30 നിങ്ങൾക്ക് എന്താ മൈൻഡിലേക്ക് ഓർമ്മ വരിക? മോർണിംഗ് 5:30 ആയി കഴിഞ്ഞാൽ എന്താ ഓർമ്മ വരിക? മെഡിറ്റേഷൻ അല്ലെ? മെഡിറ്റേഷൻ, ബി മാജിക്കിന്റെ സെഷൻസ്. അതെങ്ങനെ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിരിക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റായി. നിങ്ങൾക്ക് അലാറം ഒന്നും അടിക്കണ്ട. അലാറം ഒന്നും അടിക്കാൻ നിങ്ങൾ എണീക്കാൻ പഠിച്ചു. നിങ്ങൾ ബയോളജിക്കൽ ക്ലോക്കിൽ 5:30 എന്ന് പറയുന്നത് ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ്. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മാർഗം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഞാൻ കുറച്ച് ക്വാളിറ്റീസ്, നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ പേഴ്സൺ ആവണമെങ്കിൽ ഇത്ര ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ പേഴ്സൺ ആവാന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി പറഞ്ഞു, ഒറ്റ ക്വാളിറ്റി ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യും ഓരോ ആളുകളും. നിങ്ങൾ എന്തൊക്കെയാ, അതെല്ലാം ആയിരിക്കും എനിക്ക് എന്തൊരു സെഷനായിട്ട് എടുക്കാനുണ്ടാകും. ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാനുണ്ടാവും. ഒരു 15 to 20 മിനിറ്റ്സിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയും ചെയ്യും. സോ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇന്നത്തെ സെഷൻസും അതാണ്, ദ ബ്ലൂ പ്രിന്റ് ഫോർ സക്സസ്. എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ട്രൈറ്റ്സ് വേണം? ആരുമില്ല, കേൾക്കുന്നില്ലേ? എൻ്റെ ചോദ്യം മനസ്സിലായില്ലേ? സാർ ഒന്നുകൂടി പറയൂ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പങ്ക്ച്വാലിറ്റി. ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ പങ്ക്ച്വാലിറ്റി നിർബന്ധമാണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് ട്രൈറ്റ്സ്, ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ. ദിവ്യ മാം ഡിസിപ്ലിൻ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ ടൈം മാനേജ്മെന്റ്, ഷെരീഫ കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളത് ഷീല മാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഖില മാം കണ്ടിന്യൂറ്റി ആയിട്ടൊരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. വേറെ 3 ആയിട്ടുള്ളൂ: ടൈം മാനേജ്മെന്റ്, കണ്ടിന്യൂറ്റി, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. വേറെ കൃത്യനിഷ്ഠ. ഓക്കെ, വേറെ
അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻസ്. വേറെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. ഓക്കെ, ഷീല മാം. വേറെ ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കുക. കൃഷ്ണമൂർത്തി റാവു. ഓക്കെ, ആക്ഷൻ ടേക്കൺ. ഷീല മാം. സാർ ഒരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് മെയിൻ അല്ലേ? ഒരു ഗോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, വേറെ. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, ഒരാൾക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ട്രൈറ്റ്സ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ വിജയിക്കണമെങ്കിലൊക്കെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യൂല, സക്സസ് ആക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഇന്ന് റസാഖ് സാർക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, റസാഖ് സാർക്ക് ഹാപ്പി ബർത്ത്ഡേ. 2, റസാഖ് സാറുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് വെക്കുക, നമ്മൾ ബിസിനസ് തുടങ്ങാൻ സാധിക്കും, എനിക്കൊരു ബിസിനസ് തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും എന്തുണ്ട് സംഭവിക്കില്ല, ഒരിക്കലും അയാൾക്ക് ലൈഫിൽ ആ ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ്. ഇതാണ് ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള ഒരു കല്ല് വിജയിക്കണമെങ്കിലുള്ള ഒരു കല്ല് എന്ന് പറയുന്നത് ഏറ്റവും വലിയത് കോൺഫിഡൻസ് എന്നുള്ളതാണ്. അവിടെയാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. കോൺഫിഡൻസിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യണം, നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ്. ഒരു ലോകത്തിലുള്ള പല ആളുകളുടെയും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ വിഷയം അയാളുടെ സാഹചര്യങ്ങളെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുമെങ്കിലും അയാളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അയാളുടെ വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മറക്കേണ്ടത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങളിങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആയി കഴിഞ്ഞാൽ ചെയ്തു നോക്കാം, കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ തുടങ്ങുക, നിർത്തുക. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒരു എനർജി മുകളിലേക്ക് ഇങ്ങനെ കൊടുത്തു, ആ എനർജി പിന്നെ ഇങ്ങനെ താഴ്ന്ന്, പിന്നെ ആ എനർജി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, താഴ്ന്ന്. ഇതൊരു സൈൻ വേവ് രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സൈൻ വേവ് രീതിയിൽ പോകുന്ന ഒരു എനർജിക്ക് എന്തുണ്ടാവില്ല, ഒരു എനർജിക്ക് റിസൾട്ടും അതേപോലെ മുകളിലേക്കും താഴേക്കും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന്, നമ്മളുടെ കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതും. 2, അമ്പയറിങ് ആക്ഷൻസ്. നിങ്ങൾ എടുത്തിട്ടുള്ള, നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഡിസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻസ് എടുക്കുക. ഓക്കെ, അതെന്താണ്? പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ കാര്യങ്ങൾ, പുതിയ ഓപ്പർച്യൂണിറ്റികൾ, പുതിയ അവസരങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റക്കായിട്ട് ഇരിക്കാതിരിക്കുക എന്നതാണ്. ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റക്കായിട്ടിരിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസിലൂടെ നമ്മൾ കടന്നു പോവുക. പുതിയ നമ്മളൊരു കാര്യം ചെയ്തു നോക്കും, നമ്മളെ ചെയ്യുന്ന ഉടനെ തന്നെ അതിന് റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾക്ക് നിങ്ങളൊരു ആക്ഷൻ എടുത്ത്, ആ ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ അതിന് റിസൾട്ട് ഉണ്ടാവുമല്ലേ? ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമല്ലേ? യെസ് ഓർ നോ? ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമല്ലേ? ഒരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും അല്ലേ? കാരണം എന്താ? ന്യൂട്ടന്റെ 3rd ലോ പറയുന്നുണ്ട്. എന്താ ന്യൂട്ടന്റെ 3rd ലോ? എന്താണ്? എവരി ആക്ഷൻ there is a There's a equal and opposite reaction. റിയാക്ഷൻസ് അല്ലേ? റിയാക്ഷൻസ് ഉണ്ടാവും. സോ നമ്മൾ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. ഇപ്പൊ 2024 കുറെ ആക്ഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും, 2024 എൻഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എവിടെ ചേഞ്ച് ചെയ്യേണ്ടത്? എവിടെ ചേഞ്ച് ചെയ്യേണ്ടത്? എവിടെ ചേഞ്ച് കൊണ്ടുവരേണ്ടത്? 2024 നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു, കുറെ ആക്ഷൻസ് എടുത്തു, നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിയില്ല. റിസൾട്ട് ഉണ്ട്, ബട്ട് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ ചേഞ്ച് ചെയ്യാനുണ്ടാവുക? ആക്ഷൻസിനാണ് ചേഞ്ച് ചെയ്യാനുണ്ടാവുക. വെരി ഗുഡ് ശില മാം, താങ്ക് യു. ആക്ഷൻസിനാണ് ചേഞ്ച് ചെയ്യാനുണ്ടാവുക. ഇപ്പൊ 2024 പോയിരിക്കുന്ന അതേപോലെ തന്നെ 2025 മുന്നോട്ട് കൊണ്ടുപോകാനും റിസൾട്ട് മാത്രം നിങ്ങൾ വേറെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറഞ്ഞിരിക്കുന്ന എബ്രഹാം ലിങ്കൺ ആണ്. ഒരു കാര്യം ഒരേപോലെ ചെയ്യുകയും വ്യത്യസ്തമായിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഹീസ് ദ ബിഗ്ഗസ്റ്റ് ഫൂൾ ഇൻ ദ വേൾഡ്. ആരാ പറഞ്ഞിരിക്കുന്നത്? അക്കോർഡ് ബൈ എബ്രഹാം ലിങ്കൺ. ക്ലിയർ ആണോ? നമ്മളുടെ റിസൾട്ട് മാറണമെങ്കിൽ നമ്മളുടെ ആക്ഷൻസ് മാറണം. നമ്മൾ ദോശമാവ് കൂട്ടി ദോശക്കുള്ള മാവുണ്ടാക്കി
ദോശച്ചാട്ടി പിന്നെ ദോശക്കുള്ള മാവ് ഉണ്ടാക്കി പുട്ടും കുറ്റിയും വെച്ചിട്ട് പുട്ട് കിട്ടുമോ നോക്കുവോ? നിങ്ങൾ ദോശക്കുള്ള മാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ദോശ ചൂടാനും വേണ്ടിയിട്ടുള്ള ചട്ടിയായിരിക്കും വെക്കുക. അതിന് വേറെ പുട്ടും കുറ്റി വെക്കുവോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഹലോ, കേൾക്കുന്നില്ല? കേൾക്കാം. സോ നമ്മൾ ലൈഫിൽ പല സമയത്തും ചെയ്യാറുണ്ട്. ദോശക്കുള്ള മാവ് പുട്ടും കുറ്റി കൊണ്ട് വെച്ചു ലൈഫിൽ പലപ്പോഴും നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ ആ റിസൾട്ടിലേക്കുള്ള ആക്ഷൻസ് ഡേ ബൈ ഡേ എടുക്കുന്നത് നോക്കണം. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? കോൺഫിഡൻസ് ആണ്. ഇപ്പം റസാഖ് സാർ ഇപ്പം ഇന്ന് പുതിയ സംരംഭം തുടങ്ങണം. അപ്പൊ ആ സംരംഭം തുടങ്ങുമ്പോൾ നാളെ തന്നെ ഇന്ന് തന്നെ ചിലപ്പോൾ അവിടുത്തെ നിന്ന് ചിലപ്പോൾ 16 രൂപ വരുമാനം വന്നെന്ന് വരില്ല. ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം 4 മാസം 5 മാസം 6 മാസം ഒക്കെ സ്ട്രഗ്ലിങ്ങിൽ ഉണ്ടായിന്ന് വരാം. ചിലപ്പം ഫസ്റ്റ് ഡേ മുതൽ അത് പ്രോഫിറ്റബിൾ ആയിട്ട് വന്ന് വരാം. അത് എന്തിന് ഡിപ്പെൻസ് ആണ്? നമ്മൾ അതിലേക്കുള്ള ആക്ഷൻസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 4 ക്ലയൻസ് വന്നു, ആ ക്ലയൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ മാത്രം നമ്മൾ ആക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദിവസം ക്ലയൻസ് വരും, പിന്നെ വന്നില്ലാതെ വരും. അപ്പൊ അതിനൊരു ഒരു ഏരിയ ഉണ്ടാവും. മാർക്കറ്റിംഗ് ഒരു ഭാഗത്തെല്ലാം നടക്കുന്നുണ്ടോ നോക്കേണ്ടി വരും, സെയിൽസിന്റെ പാർട്ട് ഭാഗത്ത് നടക്കുന്നുണ്ടോ നോക്കേണ്ടി വരും, ഫിനാൻസിന്റെ പാർട്ട് ഭാഗത്ത് നടക്കുന്നുണ്ടോ നോക്കേണ്ടി വരും, HR പാർട്ട് ഭാഗത്ത് നടക്കുന്നുണ്ടോ നോക്കേണ്ടി വരും. അതേപോലെ തന്നെ അവിടെ പിന്നെ ഓപ്പറേഷൻ ആൻഡ് സർവീസിന്റെ പാർട്ട് നടക്കുന്നുണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കേണ്ടി വരും, ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് നോക്കേണ്ടി വരും. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ സമയം എന്ത് ചെയ്യണം? ഇതിലേക്കൊക്കെ മാറ്റി വെക്കണം. മാർക്കറ്റിംഗ് ആരാണ്? ബൈ റസാഖ് സാർ. സെയിൽസ് ആരാണ്? ബൈ റസാഖ് സാർ. അവിടുത്തെ ഡോക്ടർ ആരാണ്? ബൈ റസാഖ് സാർ. അവിടുത്തെ HR ആണ്? ബൈ റസാഖ് സാർ. അവിടുത്തെ അക്കൗണ്ടന്റ് ആണ്? ബൈ റസാഖ് സാർ. അവിടുത്തെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്? ബൈ റസാഖ് സാർ. അവിടുത്തെ ക്വാളിറ്റി ചെക്കർ ആരാണ്? അപ്പൊ ഇതിനൊക്കെ സമയം മാറ്റി വെക്കേണ്ടി വരും. നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ അതിനൊക്കെ ഉള്ള സമയം എന്ത് ചെയ്യേണ്ടി വരും? ഈ പ്രോസസ്സിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്, നമ്മൾ ഉറപ്പുവരുത്തേണ്ടി വരും. ക്ലിയർ ആണോ? അപ്പൊ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിലേക്കുള്ള ആക്ഷൻസ് 2024 നിന്നും ഡിഫറെന്റ് ആയിട്ട് എന്താണ് 2025 ഞാൻ എടുക്കാൻ പോകുന്നത്? 2024 ഞാൻ ഗോൾ സെറ്റ് ചെയ്തു, 2025 ഞാൻ ഗോൾ സെറ്റ് ചെയ്തു. 2024 ഞാൻ ഗോൾ സെറ്റ് ചെയ്ത ഗോളിന്റെ 50% എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പൊ 2025 ഞാൻ അതിനേക്കാളും എന്ത് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ എനിക്ക് 100% അച്ചീവ് ചെയ്യാൻ പറ്റുക, 80% അച്ചീവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഗോൾ എനിക്ക് 6 മന്ത് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുക. ഇതിനൊക്കെ നമ്മൾ എന്താ വേണ്ടത്? ഈ കോൺഫിഡൻസ് പ്രകാരമുള്ള ആക്ഷൻസിലേക്ക് പോകണം. നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ CC എന്ന് ടൈപ്പ് ചെയ്തേ. CC എന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ CC ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യും. താങ്ക് യു റസാഖ് സാർ, താങ്ക് യു റോസ്ലി മാം, താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സുജിത്, താങ്ക് യു ആൾ. ഓക്കെ. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? ഒരു പാഷൻ ഉണ്ടായിരിക്കണം. നിർബന്ധമായിട്ടും അയാളുടെ പാഷൻ അയാൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ദ ഡ്രൈവിംഗ് ഫോഴ്സ്. എന്താണ് ഈ പാഷൻ എന്ന് പറയുന്നത്? പാഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും പാഷൻ ഓറിയന്റഡ് ആയിട്ടൊന്നല്ല ജീവിക്കുന്നത്. പാഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ, ഇതെന്റെ ഡെഫിനിഷനാണ്, നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ മേഖലയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനത്തിനെയാണ് ഞാൻ പാഷൻ എന്ന് വിളിക്കുക. ഇപ്പൊ ഞാൻ ട്രെയിനർ ആവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിതിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുകയാണ്, എനിക്ക് ട്രെയിനിങ് മാത്രമല്ല, എനിക്ക് എൻ്റെ ഓൺടർപ്രണർഷിപ്പ് ഒരു പാഷൻ ആണെങ്കിലും ആ ഓൺടർപ്രണർഷിപ്പിന്റെ സ്കില്ലും ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ അതേ സമയത്ത് എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക, ഫ്യൂലിംഗ് മോട്ടിവേഷൻസ്. നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ പാഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. എന്താണ് പാഷൻ ഓറിയന്റഡ് വർക്ക് ചെയ്യുക? നിങ്ങൾ എന്താണോ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങും. വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയായിരിക്കും, എന്നാലും നിങ്ങൾക്ക് അത് ചെയ്യാൻ നിർബന്ധമാണെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യുക? ആ ചെയ്യുന്ന സമയത്ത് അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത് നിങ്ങളുടെ പാഷനായിട്ട് മാറും. എന്നിട്ട് അതിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടെടുക്കുക. അല്ലാതെ ഞാൻ പാഷന്റെ പുറകെ പോവാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? നിലവിലുള്ള കാര്യങ്ങൾ വിട്ടിട്ട് പോവല്ല പറഞ്ഞത്. ഇത്രയും കോൺഫിഡൻസ് നിങ്ങൾക്ക് പോകും. നിങ്ങളൊരു ഭാഗം നിങ്ങൾ എപ്പോഴും സെക്യൂർ ആക്കി വെക്കാൻ നോക്കണം. ഓക്കെ. ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക. നിങ്ങളൊരു ഡ്രസ്സ് അളക്കുകയാണ്, ഡു വിത്ത് ലവ്. നിങ്ങൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുകയാണ്, ഡു വിത്ത് ലവ്. നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണ്, ഡു വിത്ത് ലവ്. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, ഡു വിത്ത് ലവ്. എന്ത് ചെയ്യുകയാണെങ്കിലും ദൈവമേ എനിക്ക് ചെയ്യാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ, എനിക്ക് ചെയ്യാനൊരു ജോലി ഉണ്ടല്ലോ, എനിക്കിപ്പോൾ ചെയ്യാനൊരു ടാസ്ക് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഉള്ളതെല്ലാം മറ്റൊരാളുടെ സ്വപ്നമാണ്.
അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടു പോകുന്ന ആ ജോലി, അങ്ങനത്തെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങൾ അലക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് അലക്കാനുണ്ടല്ലോ, അലക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങൾ അലക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡ്രസ്സ് അലക്കാനുണ്ടല്ലോ, ഇത്രയും ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള സംഭവങ്ങളെ ക്ലീൻ ചെയ്യാനുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ മറ്റൊരാളുടെ സ്വപ്നമാണ്. ഓക്കെ. പിന്നെ പാഷൻ എന്ത് ചെയ്യും? പാഷൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യും. ക്ലിയർ ആണോ? എന്താണ് കമന്റ് ഒന്നും പറയാത്തത്? ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്ത് പറ്റി? ഹലോ, അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അല്ലേ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അല്ലേ? ക്ലിയർ ആണ് സാർ. ഉണ്ട്. ആരെങ്കിലും ഒക്കെ ഒരാൾ പറയൂ, അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ റേഡിയോയിൽ പറയുന്ന പോലെ ആവില്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ അടുത്തൊരു ഓപ്ഷൻസ് ആണ് ഫോക്കസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫോക്കസ് എന്ന് പറയുന്നതും മൈക്രോ ഫോക്കസും മാക്രോ ഫോക്കസും ഉണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങളെ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അഞ്ച് സാധനങ്ങളുടെ പേര് പെട്ടെന്ന് പറയുന്ന ഒരാൾ. എൻ്റെ റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ അലമാര കാണാൻ പറ്റുന്ന, ടേബിൾ കാണാൻ പറ്റും, ചുമര, ഒരു 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ. ഒരാൾ, ആർക്കും പറയാം. ബുക്കുണ്ട്, പെന്നുണ്ട്, ആ. ഡ്രസ് ഉണ്ട്, ഫാനുണ്ട്, ആ. ആൽബം ഉണ്ട്, ഓക്കെ, മതി. 5 ക്ലോക്ക് ഉണ്ട്. ഇറ്റ്സ് കോൾ എന്താണ് നമ്മളുടെ മാക്രോ ഫോക്കസ് എന്ന് പറയും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയ 5 സാധനങ്ങൾ. ഞാൻ ഇനി ഇതിൽ നിന്ന് 50 സാധനം കാണാൻ പറയാണ്. 50 സാധനം. അങ്ങനെയാണെങ്കിലോ നിങ്ങൾ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കേണ്ടി വരും. എന്നതുപോലെ നിങ്ങളുടെ ഗോളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ മൈന്യൂട്ട് സ്റ്റെപ്പുകളും നിങ്ങൾക്ക് എത്രമാത്രം അറിയാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോക്കസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആമയും മുയലും തമ്മിൽ മത്സരം നടന്നിട്ട് ആമ വിജയിക്കാനും മുയൽ പരാജയപ്പെടാനുള്ള കാരണം എന്താ? ആമ വിജയിക്കാനും മുയൽ പരാജയപ്പെടാനുള്ള കാരണം എന്താ? ആമയുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. മുയൽ എന്ത് ചെയ്യും? കുറച്ച് ഓടും, പിന്നെ ചുറ്റുപാടൊക്കെ ഉള്ള ആളുകളൊക്കെ മൊത്തക്കൊക്കെ നോക്കി, ഒന്ന് അങ്ങോട്ട് നോക്കി, ഒന്ന് ഇങ്ങോട്ട് നോക്കി, അവിടെ ആരാളുള്ളത്, ഇവിടെ ആരാളുള്ളത്, ഏത് ഫിലിമാണ് ഇറങ്ങിയിരിക്കുന്നത്, ഇവിടെ പൊളിറ്റിക്സിൽ എന്താ നടക്കുന്നത്, ന്യൂ ഇയർ ആയിട്ട് എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ട് പ്രലോഭനങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകളായിരിക്കും മുയൽ ക്യാരക്ടറിലുള്ള ആളുകൾ. അവരെന്ത് ചെയ്യിക്കില്ല? ഫോക്കസ് ഉണ്ടാവില്ല. പക്ഷെ ഓരോ കാര്യങ്ങളും മൈക്രോ ഫോക്കസും മാക്രോ ഫോക്കസും ചെയ്താൽ പോവുക. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ മൈക്രോ ഫോക്കസ് ഫുള്ളി പ്രസൻസ് ഇൻ ദ മൊമെന്റ്. ഇപ്പൊ ഈ സെഷൻസ് ആണെങ്കിൽ സെഷൻസ് മാത്രം കേൾക്കുക. മാക്സിമൈസ് യുവർ പ്രൊഡക്റ്റീവ് പെർസെപ്ഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ്. മാക്രോ ഫോക്കസ് ഓൺ ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ സിംഗിൾ മൈൻഡഡ് പെർസ്യൂട്ട് ഓഫ് എ സ്പെസിഫിക് ഗോൾ. ഓക്കെ, അതിലേക്ക് എത്താനുള്ള ഓരോ കാര്യങ്ങൾ. ഈ ഫോക്കസ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഒരു വണ്ടിയുടെ യാത്ര പോകുമ്പോൾ, സുജിത്തിന് വണ്ടിയിൽ യാത്ര പോവാണ്. അപ്പോൾ സുജിത്തിന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 km/h സ്പീഡാണ്. അപ്പൊ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സുജിത്തിന്റെ. അപ്പൊ സുജിത്ത് സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചാൽ പോകുന്നത്. എന്നാൽ സുജിത്തിന്റെ വണ്ടിയുടെ സ്പീഡ് 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സുഹൃത്തുക്കളോട് സംസാരിച്ച് പോവോ? 100-ൽ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമോ? എന്താ കാരണം? നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് സൂപ്പർ ഫോക്കസ്ഡാണ്. മുമ്പിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നമ്മുടെ ചുറ്റുപാടുള്ള സാധനങ്ങളൊന്നും ഇതാണ്. നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള സാധനത്തിലേക്ക് നിങ്ങൾക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കല്ലാതെ പോകുമ്പോൾ മുയലാവാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ആ മുയലിന്റെ എന്ത് ചെയ്യുക? മുയലാവുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഡീമെറിറ്റ്സ് ഒഴിവാക്കുക, എന്നിട്ട് ഫോക്കസ് ചെയ്യാൻ പഠിക്കുക. സ്പീഡിൽ പോകാനും പഠിക്കണം, ഫോക്കസ് ചെയ്യാനും പഠിക്കണം. സ്പീഡിൽ പോകുമ്പോൾ ഫോക്കസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എവിടെയും തട്ടിത്തക്കരും. അതിനെക്കാട്ടും നല്ലത് 40 സ്പീഡിൽ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ സൂപ്പർ ഫോക്കസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യം നേടണോ അത്രയും സ്പീഡിൽ പോകാൻ സാധിക്കണം. അത്രയും സ്പീഡിൽ പോകുമ്പോഴോ അത്രയും സൂപ്പർ ഫോക്കസ്ഡ് ആയിരിക്കണം. വേറെ ചുറ്റുള്ള ഒരു കാര്യങ്ങളിലേക്കും നിങ്ങൾ ഡൈവേർട്ടായിട്ട് പോകരുത്. സമയത്ത് 6:20. ഓക്കെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് മൈൻഡപ്പ് ചെയ്യാം. ഒപ്റ്റിമിസം, ദ ലെൻസ് ഫോർ സക്സസ്.
വാട്ട് ഈസ് ഒപ്റ്റിമിസം? എന്താണ് ഒപ്റ്റിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക. വിശ്വാസം തന്നെയാണ്. എന്താണ് ശുഭാപ്തി വിശ്വാസം? വാട്ട് ഈസ് ദാറ്റ്? പോസിറ്റീവായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിക്ക് തന്നെ നടക്കും എന്നുള്ള വിശ്വാസം. ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഒപ്റ്റിമിസം എന്ന് പറയുന്ന സാധനം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട സാധനമാണ്. എല്ലാം ശരിയാവും, ഇതാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എല്ലാം ശരിയാവും. 2024 അങ്ങനെ പോയി. 2025 ഞാൻ സൂപ്പറാക്കും. 2025 എല്ലാ കാര്യങ്ങളും ശരിയാവും. 2025 കഴിയുമ്പോഴോ തന്നെ 2025 പോയി. 2026 ശരിയാവും. അതല്ല ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ റസാഖ് സാർ ഒരു ബിസിനസ് തുടങ്ങി, എന്നെ കൊണ്ടത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ഒപ്റ്റിമിസമാണ്. എന്നെ കൊണ്ടത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഈ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ആ റിസൾട്ട് ആണെങ്കിൽ അതിലേക്ക് അയാൾ ഓരോ ദിവസവും എടുക്കേണ്ട, നേരത്തെ പറഞ്ഞിരിക്കുന്ന ആക്ഷൻസിന്റെ റിസൾട്ടിനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടിയാണ് ഒപ്റ്റിമിസം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നതിന് ഒപ്റ്റിമിസം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ മാസത്തിൽ 10 ക്ലയൻസിനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒപ്റ്റിമിസ്റ്റിക് ആണ്. യെസ്, ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്ക് ആ 10 ക്ലയൻസിനെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. 2 വീക്ക് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എൻ്റെ ടീം മെമ്പേഴ്സിനോട്, എത്ര പേരായി? പേരെന്നെ ഒറ്റയാളും ആയിട്ടില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്, സാരമില്ല അതൊക്കെ റെഡിയാവും എന്ന് പറയുന്നതല്ല ഒപ്റ്റിമിസം. ആ 2 ആഴ്ചയായിട്ട് ഒറ്റൊന്നും റെഡി ആയില്ലെങ്കിൽ അടുത്ത 2 ആഴ്ചയിലും പിന്നെ ഇത് റെഡിയാവും എന്ന് ചിന്തിക്കുന്നതിൽ എന്ത് ഒപ്റ്റിമിസം ഉള്ളത്? അതിന്റെ ആക്ഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അല്ലാതെ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഒപ്റ്റിമിസം അല്ല. ഒപ്റ്റിമിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, ഇനി നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, അത് ഞാൻ ചെയ്ത ഈ കാര്യത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് ഞാൻ റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇനി ആ റിസൾട്ട് കിട്ടും. ക്ലിയർ ആണോ? ചുമ്മാ നിങ്ങളുടെ കാര്യങ്ങൾ റെഡി ആവില്ല. എനിക്ക് പരീക്ഷയിൽ ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, 25 കിട്ടിയുള്ളൂ, അടുത്ത എക്സാം ആകുമ്പോൾ ഞാൻ 50 മേടിക്കും, നടക്കുമോ? അടുത്ത എക്സാം ആകുമ്പോൾ ഞാൻ 50 മേടിക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് 25 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സേഫ്, എനിക്ക് 25 മാർക്ക് ആയിട്ടിരിക്കുന്നത്. ഞാനിതിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്കറിയാം അടുത്തൊരു എക്സാമിനേഷൻസ് ആകുമ്പോൾ എനിക്ക് 40 മാർക്ക് കിട്ടും. ആ 40 മാർക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ട് ഞാൻ 40 മാർക്കിലേക്ക് എത്തും. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഐ നീഡ് യുവർ ആൻസർ. യെസ് സാർ, യെസ്. യെസ്. സോ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞത് എന്തല്ല, ചുമ്മാ ഒക്കെ ശരിയാവും, എല്ലാം ശരിയാവും. നോ, എല്ലാം ശരിയാവില്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കി എടുക്കണം. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കണം. എല്ലാം ഞാൻ ശരിയാക്കി എടുക്കണം. ഒന്നും നിങ്ങൾ ക്ലാസ് കേട്ടത് കൊണ്ടൊന്നും ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കുറെ ക്ലാസ് കേട്ട് മോട്ടിവേറ്റഡ് ആയി, നിങ്ങൾ കുറെ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു, നത്തിങ്, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ അതിന് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് എന്ന് പഠിച്ച കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ആക്ഷൻസ് എടുക്കുന്നോ, അതിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 4 ക്വാളിറ്റി എന്നുള്ള ഇനി ഒരുപാട് ക്വാളിറ്റികൾ പറയാനുണ്ട്. മിനിമം നിങ്ങൾ ആലോചിച്ച് വെക്കുക, എനിക്ക് 4 ക്വാളിറ്റി ഉണ്ടോ? ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ 4 ക്വാളിറ്റി അതിന്റെ സബായിട്ട് പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റികളുണ്ട്. ഇല്ലെങ്കിൽ ഇത് 2025 ഇതിൽ ഏതൊക്കെ ക്വാളിറ്റിയാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്? എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ക്വാളിറ്റീസ്? ആ ക്വാളിറ്റീസുകൾ ഏതൊക്കെ ക്വാളിറ്റീസാണ് 2025 ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്? ഇത് നിങ്ങൾ ചിന്തിക്കാം. ലീഡേഴ്സ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ അജിഷ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് അജിഷനെ കോൺടാക്ട് ചെയ്യുക. ലീഡേഴ്സ് ഗ്രൂപ്പ് തന്നെ മേക്ക് ചെയ്യുക. റസാഖ് സാറും കൂടെ ശ്രദ്ധിക്കും. ഓക്കെ, ആരൊക്കെയാണോ ലീഡേഴ്സ് ആവാൻ റെഡി ആയിട്ടുള്ളത്, ഓക്കെ, അവർക്കുള്ള ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളെല്ലാ ആളുകളും ഒരു 10 ആളുകളിലേക്കെങ്കിലും ഇതിൻ്റെ ഒരു ആഡ് ഉണ്ട്, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകളോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കിയുള്ള ആളുകൾ വേണ്ടെന്നല്ല, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടാവും. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, എന്നാലും കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. ഹാൻഡ് ഓവർ ടു ഗോപിക. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സോ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള ടൈമാണ്. മാക്സിമം 5 മിനിറ്റ്സ് ആണ് ഉള്ളത്. സംസാരിക്കാൻ റെഡി ആയിട്ടുള്ളവരൊന്ന് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഇതേപോലെ തന്നെ ആംഗേഴ്സ് ശ്രദ്ധിക്കുക, പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിചയപ്പെടാത്ത സമയത്തിൽ ഉണ്ടാക്കുക. ഓക്കെ,
ഒരു ദിവസം പുതുതായിട്ട് വരുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള സമയം, അവരുടെ വീട് സ്ഥലം എന്തൊക്കെ എവിടെയാണുള്ളത്. ഷീജ മാം. ഹലോ നൗഫൽ സർ. ഹലോ, ഓക്കെ സർ, സർ പറയൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. എൻ്റെ പേര് നൗഫല്, മുക്കത്താണ് സ്വദേശം. ഞാൻ കുറച്ചു കാലം ബി മാജിക്കിലുണ്ടായിരുന്നു. അപ്പം വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു കാരണം, കഴിഞ്ഞ ദിവസം ഒരു ആഴ്ച മുന്നേ സോൾഡീസ് എന്ന ബുക്ക് വീണ്ടും വായിക്കാനിടയായി. അപ്പോ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ഓടുന്ന ഒരു പുതിയൊരു കാർ വാങ്ങിയിട്ട്, ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഒരു കാർ വാങ്ങിയിട്ട് നമ്മളത് നിർത്തിയിടാൻ പോലും ഗ്യാപ്പില്ലാതെ ഓടുന്ന ഒരവസ്ഥയെ കുറിച്ചിട്ട് പറയുന്ന ഒരു പിന്നെ വാക്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു പോയി ലൈഫില്. ഒന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനോ ഒന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്നും കഴിയാതെ അങ്ങനെ ഓടിയപ്പോ വീണ്ടും ഡെയിലി റൊട്ടീനൊക്കെ മിസ്സായി പോയി. അപ്പൊ വീണ്ടും അതിലേക്ക് വരണം, കൺസിസ്റ്റൻസി അത് ലൈഫിൽ നിർബന്ധമാണെന്ന് തോന്നിയപ്പോ, ബി മാജിക് തന്നെ വേണം തോന്നിയപ്പോ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ വന്ന ദിവസം തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ നിങ്ങൾ? മാജിക് മോർണി, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ഒരു പുതുവർഷത്തിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനിപ്പോ പറഞ്ഞത് നമ്മളെ ലീഡേഴ്സായി പേര് കൊടുത്ത ആളുകൾ ഒന്ന് അബ്ദുള്ള സാറാണ്, പിന്നെ അഖില മാം, വിൻസൻ സാർ, സിന്ധു മാം, സുജിത് സാർ, മണി സാർ, ഇവരാണ് ലീഡേഴ്സായിട്ട് പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും താങ്ക് യു, വളരെയധികം നന്ദി. നമുക്കാണ് പ്രവർത്തിക്കാനുള്ളത്, എല്ലാവരും മുന്നോട്ട് വരണം. താങ്ക് യു. താങ്ക് യു റസക് സർ. ദിവ്യ മാം. ഹലോ. ഹലോ, യെസ്, പുതുവർഷത്തിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സോ മച്ച്. നല്ല എന്താ പറയുക, 4 പോയിന്റുകളും വളരെയധികം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നല്ലൊരു പുതുവത്സരം, ഒരുപാട് നല്ല ഹാബിറ്റുകളോടുകൂടി പുതിയ പുതിയ കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ടു ഓൾ. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദെൻ ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് മാജിക് 2 മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ ടു ആൾ. എല്ലാവർക്കും എന്തായാലും നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക, ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക, അതിനകത്ത് ഉള്ളൊരു കൾച്ചർ ഫോളോ ചെയ്യുക, അത് തന്നെ മതി നമുക്ക് വേറെ സക്സസ് ആവാൻ വേണ്ടിയിട്ട്. അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക. ഡെയിലി നമുക്കൊരു ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സംസാരിച്ചിട്ടുള്ളൊരു എന്താണ് ആ ഒരു സിറ്റുവേഷൻ കിട്ടിയതിനെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എന്തായാലും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഈ മടി, പ്രോക്കാസ്റ്റിനേഷൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് സാർ പറഞ്ഞ ഈ കൾച്ചറുകൾ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റി ഭാഗമായാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലൈഫിൽ ചേഞ്ച് വരും എന്നുള്ള ഒരു ഉറപ്പാണ്. എനിവേ, ന്യൂ ഇയർ മെസ്സേജ് സാർ വന്നതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുജിത്. ഓക്കെ, എനിക്ക് 2-3 ആളുകൾ, എനിക്ക് പരിചയമില്ലാത്ത ആളുകളുണ്ട്. ഓക്കെ, എന്നെ പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. എൻ്റെ പേര് സെയ്ഫ് ആളപ്പുറന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ വീട് വരുന്നത് കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് താമസിക്കുന്നത്. തൃപ്പണിച്ചാണ് വീട്. ഭാര്യ, 2 മക്കളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബിസിനസ്സുകാർക്കുള്ള കോച്ചിങ്, ബിസിനസ്സുകൾക്കുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്, പേഴ്സണൽ ലൈഫിൽ ആളുകൾക്ക് ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ, അതേപോലെ കരിയർ, ഈ ഒരു മേഖലകളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണലി ഒരു മനുഷ്യനെ അയാളുടെ, എൻ്റെ ഒരു ഡെസിഗ്നേഷൻ ഞാൻ പറയാറുള്ളത് ക്ലാരിറ്റി മെന്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നാണ്.
ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള സേവേഴ്സ് എന്ന് പറയുന്ന കൾച്ചറാണ്. ഏകദേശം ഈ ഒരു വർഷത്തിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഏകദേശം ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെയൊക്കെ ഭാഗമാകാനൊക്കെ ആയി. ഞാൻ കുറേ മുമ്പ് മിഷൻ 2025 എന്ന 2020 സെറ്റ് വെച്ചായിരുന്നു. മിഷൻ 2025 എന്ന് പറഞ്ഞാൽ 2025 എൻ്റെ ലൈഫിൽ ഒരു പീക്ക് ഇയർ ആയിട്ട് മാറുന്നുള്ളത് ഞാൻ കുറേ മുമ്പ് തന്നെ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്ന ഇതിലായിരുന്നു ഞാൻ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെ ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ബേസിക്കലി ഒന്ന് പരിചയപ്പെടുത്തുക. എനിക്കറിയാത്ത കുറച്ച് ആളുകളെയാണ് ഞാൻ വിളിക്കുന്നത്. ഒന്ന് കൃഷ്ണമൂർത്തി സാർ ഒന്ന് പറ്റുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഹലോ. Hi, sir. Morning. Good morning, sir. Yeah. Happy New Year to all. Happy New Year. Happy. എല്ലാം ഇന്നത്തെ സെക്ഷനൊക്കെ വളരെ നന്നായിരുന്നു. ആദ്യം മുതൽ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടി. എല്ലാം കംപ്ലീറ്റ് കേട്ടു. പിന്നെ അതുപോലെ വന്നിട്ടുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. സാറിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? സാറിന്റെ വീട് എവിടെയാണ്? ഞാനിവിടെ എറണാകുളത്താണ്. പിന്നെ വാച്ച് ആൻഡ് ക്ലോക്ക് സർവീസ് ഷോപ്പ് ഉണ്ട്. ഇവിടെ എറണാകുളത്ത് തന്നെയാണോ? എറണാകുളത്ത് തന്നെ, പാലാരിവട്ടം. എത്ര വർഷമായി ഇവിടെ? ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ 6 കൊല്ലമായിട്ടുള്ളൂ. ഞാൻ സൗദിയിലായിരുന്നു. ഷെവർലെറ്റ് സ്പെയർ പാർട്സ് ഡിവിഷനിലായിരുന്നു. ഓ, ഷെവർലെറ്റ് ഉണ്ട്. ജനറൽ മോട്ടോഴ്സിന്റെ. ലോങ് ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ റിട്ടയർമെന്റിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോ. അതെ, പെട്ടെന്നാണ് ഇത് കാണാൻ ഇടയായത്. അതെ. വെൽക്കം സർ. ഓക്കെ, ടു ബി മാജിക്. മാജിക് 5 വർഷമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. 1600 ക്ലാസ്സുകൾ പിന്നിട്ടു. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു അപ്പൊ സന്തോഷം, പരിചയപ്പെട്ട സന്തോഷം. താങ്ക് യു കൃഷ്ണമൂർത്തി സർ. വേറെ എനിക്ക് പരിചയമില്ലാത്ത ആള് സബിത രജീഷ്, ഒന്ന് പരിചയപ്പെടുത്തോ? സവിത മാം. ഹലോ സർ. ഞാൻ ഇതിലൊരു വർഷത്തോളായി സർ. ഞാൻ അവിടെ മീറ്റിംഗിലൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മീറ്റിംഗിനൊക്കെ വന്നിട്ടുണ്ട്. സോറി, അപ്പൊ എനിക്ക് ആളുകളെ ചെയ്യാൻ പറ്റാത്തുണ്ടാവും. ഞാൻ കുറച്ചു കാലമായിട്ട് ബിസിലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, കുറച്ചു കാലമായിട്ട് പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടായിരിക്കും. ഇവിടെ വീട് എവിടെയാണ്? വീട് കോഴിക്കോടാണ്. ഞാൻ മലപ്പുറം കോട്ടക്കലാണ് നിൽക്കുന്നത്. ഓക്കെ, ഫൈൻ, മനസ്സിലായി. താങ്ക് യു മാം. ഓക്കെ, വേറെ എനിക്ക് പരിചയമില്ലാത്ത ആളുകള് പിന്നൊക്കെ ഞാൻ പരിചയമുള്ള ആളുകളാണ്. ഷീജ മാം, പരിചയപ്പെടുത്തുക. മാം ഈ പരിചയമുള്ള ആളായിരിക്കാം. ഹലോ. ഞാൻ ഇപ്പൊ ഈ ജനുവരി ഇപ്പൊ ഇതല്ല, ഒരു മാസമായി, 1.5 മാസമായി. ഞാന് വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിൽ ഇങ്ങനെ, എന്റെ ഹസ്ബൻഡ് മരിച്ച് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ചിന്തിച്ചാണ് എന്നെ ഇതിലേക്ക് ഇത് കൊണ്ടുവന്നത്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞു, സാറിന്റെ ക്ലാസ് ഒക്കെ എനിക്ക് വളരെ ഉപകാരമുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോ എന്റെ സാറിപ്പോ ഇപ്പൊ ഹസ്ബൻഡ് ബിസിനസ് ആയിരുന്നു, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. ഇപ്പൊ മകന് UK-യിലായിരുന്നു. പെട്ടെന്ന് അവൻ വന്നിട്ട് അവനാണ് ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ സാറിന്റെ ഓരോ ഉപദേശങ്ങളും ഞാൻ സാറ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവന് സാറിന് പേഴ്സണലായിട്ടൊന്നും അവനോട് സംസാരിപ്പിക്കണം എന്ന് എനിക്കുണ്ട്. അപ്പൊ സിന്ധേച്ചി തന്നെ ഇതില് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ സിന്ധേച്ചിക്ക് എന്റെ വീട്ടുകാരൊക്കെ അറിയാം. അപ്പൊ അമ്മ ഒക്കെ പറഞ്ഞറിഞ്ഞിട്ടാവും തോന്നുന്നു ചിലപ്പോ സിന്ധേച്ചി എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന്. അതെനിക്ക് ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ഞാൻ കേരളത്തിലല്ല, വിശാഖപട്ടണം, ആന്ധ്ര. അതെനിക്ക് മാറണം. ഈ 2025 എനിക്ക് ഒരു 1.5 വർഷമായിട്ട് ഫുള്ള് സ്ട്രെസ്സും ടെൻഷനും ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. അപ്പൊ അതിന്ന് കരകയറണം. AC മെക്കാനിക്, AC ബിസിനസ്, ഇത് ഡീലർഷിപ്പ്. മിസ്തുബുഷി, ഇറ്റാച്ച്, അങ്ങനെ 2-3 കമ്പനി ഉണ്ട്. പരിചയപ്പെട്ട സന്തോഷം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതില് സ്റ്റേ ചെയ്യാം. ഓക്കെ, നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ
നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സിറ്റുവേഷൻസിനോ അല്ലെങ്കിൽ നമ്മുടെ കാലോ ടൈമോ ഒന്നും അല്ല ഇതിന്റെ പ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാനുള്ള, നമുക്ക് മാറാനുള്ള ഒരു കപ്പാസിറ്റി, നമുക്കൊരു ഇൻബോൺ ടാലന്റ് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്ക് നമ്മൾ തിരിച്ചറിയണം. അതായത് നമ്മുടെ ഹെഡ് ബീറ്റ് ആണ്. നമ്മുടെ ഹെഡ് ബീറ്റ് ആണ് ശരിക്കും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹെഡ് ബീറ്റ് നിങ്ങളെ കൂടെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഹെഡ് ബീറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ ഒരുപാട് മാറ്റം വരുത്തി. അതിന്റെ ഓർമ്മകളിൽ നിന്നല്ല, എന്റെ ഇതിന്നൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് ഞാൻ മനഃപൂർവ്വം ഇപ്പൊ ഞങ്ങൾ അതിലൊരു ബ്രഹ്മമുഹൂർത്ത വിളക്കുണ്ട് എന്ന് പറയുന്നത് 3:30 മണിക്ക് എണീറ്റ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബി മാജിക്കിൽ വന്ന് റെഡി ആവുന്നത്. ഇപ്പൊ ഞാനൊരു ശരിക്കും പറഞ്ഞ സാർ ഇപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ലൈഫിൽ ഒരു പഞ്ച്വാലിറ്റും ഇനി ഈ വർഷം തൊട്ട് ഞാൻ ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ല, അങ്ങനൊക്കെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്റെ മനസ്സിനെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. വെരി ഗുഡ്. ടെൻഷൻ പറഞ്ഞിട്ട് പകരം എന്ത് പറയാം, എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന് പറയാം. എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിരിക്കും, എന്റെ ലൈഫിലെ ഹാപ്പിനെസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ പറയേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്തതിനെ കുറിച്ച് നമ്മൾ പറയരുത്. നമുക്ക് ആവശ്യമില്ലാതിനെ കുറിച്ച് മാത്രം നമ്മൾ പറയുന്ന രീതിയിലേക്ക് നമ്മൾ എല്ലാവരും മാറുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയരുത്. കടത്തിനെ കുറിച്ചിട്ട് പറയരുത്, അസുഖത്തിനെ കുറിച്ചിട്ട് പറയരുത്. നമുക്ക് ആവശ്യമുള്ള എന്താണ്? ടെൻഷനോ സ്ട്രെസ്സോ ഹാപ്പിനെസ് ആണ്. അപ്പൊ നമുക്ക് ഹാപ്പിനെസ് ഓൾറെഡി ഉണ്ട്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയാ, എന്റെ ഹാപ്പിനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബി ഗ്രേറ്റ്ഫുൾ വാട്ട് വി ഹാവ്. നമുക്ക് എന്താണുള്ളത് അതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അതിന്റെ കൂടെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, റിസൾട്ട് അർഹതയുള്ള ആൾക്ക് മാത്രമേ ഈ ലോകത്ത് റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ അർഹത ഉള്ളത് അതിലധികം നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എനിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലധികം കിട്ടണമെങ്കിൽ നമ്മൾ ഇതിലധികം അർഹത ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ മതി. എന്ന് പറഞ്ഞാൽ ബി മോർ ആക്ഷൻ ഓറിയന്റഡ്. അതന്നെ ലോകത്തിന് ഒരു മന്ത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. ബി മോർ ആക്ഷൻ ഓറിയന്റഡ്. സ്മാർട്ട് വർക്കോ ഹാർഡ് വർക്കോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേ. ഓക്കെ, സോ താങ്ക് യു. സന്തോഷം. ഷീജ മാമിനെ പരിചയപ്പെടാൻ പറ്റി, സവിത മാമിനെ പരിചയം പുതുക്കാൻ പറ്റി, കൃഷ്ണമൂർത്തി സാറെ പരിചയപ്പെടാൻ പറ്റി. സോ ദ ബിഗിനിങ് ഈസ് ടു ബ്യൂട്ടിഫുൾ. അബ്ദുൽ സാർ എനിക്ക് പേഴ്സണലി ബാക്കിയുള്ള ആൾക്കൊന്ന് പരിചയപ്പെടുത്താം. അബ്ദുൽ സാർ ഒന്ന് പരിചയപ്പെടുത്തുള്ളൂ. ഒരു വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സംസാരിക്കാൻ പറയുമ്പോ അതേ പോയോ? ഇല്ല സാർ. പരിചയപ്പെടുത്തി. മൈൻഡ്രോയിഡ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെയുള്ള പരിചയമാണ് അല്ലേ? മൈൻഡ്രോയിഡിന്റെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, കോഴിക്കോട്. ഞാന് മുമ്പ് ഇതുമാതിരി പി വിജയൻ സാറിന്റെ ഒരു ഇതിന് പോയതാണ്. പക്ഷെ എനിക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. എന്തിനും ഒരു സ്പീഡ് എനിക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ വന്നോ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. എനിക്ക് അഫോർഡബിൾ ആണെന്നുള്ള തോന്നല് എനിക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് ഞാന് SLC വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴും ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. പിന്നെ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ തുടർച്ച ചെയ്യുന്നു. പിന്നെ കുറെ കാലം വിട്ട് നിന്നായിരുന്നു. എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ടു ബി എ ഫിലിം മേക്കർ. അപ്പൊ എനിക്ക് ഉള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് പിന്നെ ഫിനാൻഷ്യലി നിൽക്കുന്ന ഒരു ഘട്ടത്തില് എൻ്റെ ഗോളിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഫിനാൻഷ്യൽ ഇതായി നോക്കുമ്പോൾ ഞാനിപ്പോ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് നീങ്ങണം, അപ്പൊ മറ്റേത് അവിടെ കേൾക്കും. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്കിതൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഇപ്പോഴും, അതൊന്ന് മാറ്റിയെടുക്കണം. ഈ 2025 ഞാനത് ഓവർകം ചെയ്യും. ധോണിനെ നമുക്ക് കുറെ പഠിക്കാനുണ്ടാവും. ധോണിന്റെ ലൈഫ് സ്റ്റോറി പഠിക്കാം, യു വിൽ ഗെറ്റ് ദ ആൻസർ. മഹേന്ദ്ര സിംഗ് ധോണിന്റെ ലൈഫ് സ്റ്റോറി പഠിക്കാം, എങ്ങനെ അദ്ദേഹം ക്രിക്കറ്ററായി വേറെ ജോലിയിൽ നിന്നുകൊണ്ടെന്നുള്ളത്. ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. ക്ലിയർ ആണോ അബ്ദുൽ സാർ? മഹേന്ദ്ര സിംഗിന്റെ ബയോഗ്രഫി ഫിലിം ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് വേ കിട്ടും. ഓക്കെ, ഷാറ്ററിംഗ് ആയിരുന്നു എന്റെ പ്രോബ്ലം. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാറ്റങ്ങൾ വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു.
താങ്ക് യു അബ്ദുൽ സർ. നിങ്ങളുടെ എന്തായാലും എല്ലാവരോടും പറയാൻ ഇപ്രാവശ്യം ഈ 2005 എന്റെ ദിവസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വർഷമായി മാറട്ടെ. നിങ്ങൾ ഫിലിം മേക്കർ ആവട്ടെ. അതുപോലെ അതുവഴി എനിക്കൊക്കെ ഫിലിമിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, ബാക്കിയുള്ള ആൾക്കൊക്കെ ഫിലിമിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ. സോ പിന്നെ 2025 വളരെ ബ്യൂട്ടിഫുൾ ആവട്ടെ. അതിന്റെ കൂടെ എല്ലാ ആളോടും പറയേണ്ടത്, നിങ്ങളുടെ പാഷന്റെ പുറകെ പോകുന്നതിന്റെ കൂടെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഫാമിലിക്ക് വേണ്ട സപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുക. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് നിങ്ങൾ എല്ലാ ആളുകളും ശ്രമിച്ചുകൊണ്ട് പാഷനിലേക്ക് കൂടെ ഫോക്കസ് ചെയ്യുന്ന ആളാണ് കൂടുതൽ സക്സസ് ആവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പൊ ഭാര്യ, ഇപ്പൊ വിജയ് സേതുപതി ഒരു കുറെ കാലം വർക്ക് ചെയ്തതിനു ശേഷം ഇതിലേക്ക് വരുമ്പോൾ വിജയ് സേതുപതി ഭാര്യ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛൻ, ആരെങ്കിലും ഒരാൾ നമ്മളുടെ ബേസിക് നീഡ്സുകൾ, നമ്മൾ കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ നമ്മൾ ബേസിക് നീഡ്സിനോ അല്ലെങ്കിൽ നമുക്ക് അത് ഫാമിലി എന്നുള്ള സ്ട്രഗ്ലിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? സ്കാറ്റേർഡ് ആവും. ഓക്കെ, കാരണം അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് മണി. മണി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ലവ്. ഓക്കെ, നിങ്ങൾ ആ ഒരു മണി ലവ് ആയിട്ട് കണക്ഷൻസ് ഇല്ലാന്ന് കരുതണ്ട. മണി ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു മണി ലവ്. ഓക്കെ, വേറെ ഒന്നുമില്ല, ഡയറക്റ്റ്ലി. പൈസയാണ് സ്നേഹം എന്ന് പറഞ്ഞ ഒരു സാധനം, അല്ലാന്ന് ആരും പറയണ്ട. പൈസ ഉണ്ടാകുമ്പോഴാണ് അവിടെ കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്നേഹത്തേക്ക് വരും. അപ്പൊ അത് ഒരു ഭാഗത്ത് പൈസ, ലക്ഷ്മി ദേവി അവിടെ ഉണ്ടെങ്കിൽ തന്നെ ബാക്കി അവിടെ വരുള്ളൂ. ലക്ഷ്മി ദേവിയുടെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക? സേഫായിട്ട് ഇരിക്കാനുള്ള സ്പേസ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ പാഷനെ കൂടെ ഫോക്കസ് ചെയ്യാതാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ആ സാറേ, എനിക്ക് സംശയം, ഞാൻ ഈ ഈ ഒരു കുറെ ആദർശത്തിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. ആദർശം, സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിച്ച ആളാണ് ഞാൻ. അപ്പൊ ഈ പണം എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഘടകമെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചത്. ഞാൻ ഈ മൈൻഡ് മാസ്റ്റർക്ക് പോയതിന് ശേഷമാണ് എനിക്ക് പണത്തെ സ്നേഹിക്കണം എന്നുള്ള ഒരു തോന്നൽ വന്നത്. അപ്പൊ ഇതിന് ഒരുപാട് സീനിയർ പേഴ്സൺ, ഒരുപാട് വർഷം കഴിഞ്ഞു, കിട്ടിയതൊക്കെ ദാനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ സങ്കല്പമായിരുന്നു എൻ്റെ. തിരിച്ചു വന്നു. ടൈം ഒരുപാടായിട്ടുണ്ട്, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഗോപിക. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു അബ്ദുൽ സർ. എനിവേ ബി മാജിക് മെമ്പേഴ്സിന് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾ സെറ്റിങ്സും ഒരുപാട് ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇയറിൽ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. എനിവേ താങ്ക് യു സോ മച്ച് സേവ് സർ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. Thank you all. Once again, happy new year. Thank you, Steve sir. Thank you all. Happy New Year. Thank you all. Thank you, sir. Have a nice day. Thank you. Thank you, sir.